ഓം നമോ ഭഗവതേ വാസുദേവായ. ഭരവതം. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രരാമ തത്തുല്യം രാമനാമവരാനനേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശാപബാണങ്ങളെയും എടുത്തു പരികരമാ ഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരത്തു മാർത്തു വിളിച്ചു നക്തഞ്ചരരൊക്കെ വന്നൊരുമിച്ച് ശത്രൗക്കം പ്രയോഗിച്ചാർ. വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടും ഏറ്റം പ്രക്ഷേപിച്ചതുവേകാൽ പുഷ്കര നേത്രന്മേൽ തൽക്ഷണം അവയെല്ലാം അതു കണ്ടിച്ചു രാമൻ രക്ഷോവീരന്മാരെയും സായകാബലി തൂകി. നിഗ്രഹിച്ചതു നിശിതാഗ്രബാണങ്ങൾ തന്നാൽ അഗ്രേ വന്നടുത്തൊരു രാക്ഷസപ്പടയെല്ലാം. ഉഗ്രനാം സേനാപതി ദൂഷണനതു നേരം ഉഗ്രസന്നിഭനായ രാമനോടടുത്തിട്ടു തൂക്കിനാൻ ബാണഗണമവേറ്റ് രഘുവരൻ വേഗേന ശരങ്ങളാൽ നെന്മണി പ്രായമാക്കി 4 ബാണങ്ങളെ കെയ്തു തുരകം 4-നെയും കാലവേശ്മനി ചേർത്തു സാരഥിയോടും കൂടെ. ചാപവും മുറിച്ചു തൻ ഖേദവും കളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്ന് ഭൂമിയിൽ ചാടി വീണാൻ. പിൽപ്പാട്ടു ശതഭാരായസ നിർമ്മിതമായ കെൽപ്പേറും പരിക്കവും ധരിച്ചു വന്നാനവൻ. തൽബാഹു തന്നെ ഛേദിച്ചിടിനാൻ ദാശരഥി തൽപരിക്കത്താൽ പ്രഹരിച്ചതു സീതാപതി. മസ്തകം പിളർന്നവനുർവില് വീണ് സമവർത്തി പത്തനം പ്രവേശിച്ചിതു ദൂഷണനും. ദൂഷണൻ വീണ നേരം വീരനാം തൃശിരസം രോഷേണ 3 ശരം കൊണ്ടു രാമനെ എയ്താൻ. 3 ഖണ്ഡിച്ചു രാമൻ 3 ബാണങ്ങളെയ്താൻ 3 മുറിച്ചീടിനാൻ ത്രിശിരസ്സും. 100 ബാണങ്ങളെ താനം നേരം ദാശരഥി 100 കണ്ടിച്ചു പുനരായിരം ബാണമെയ്താൻ. അവയും മുറിച്ചവനയുധം ബാണമെയ്താൻ അവനീ പതിവീരനവും നുറുക്കിനാൻ. അർദ്ധചന്ദ്രാകാരമായി വിരിപ്പോരും ബുധന്നാൻ ഉത്തമാംഗങ്ങൾ 3 മുറിച്ചു പന്താടിനാൻ. അന്നേരും കരനാദിത്യപതേടേതും രഥം തന്നിലാമാറു കരയേറി നാണുലിയിട്ടു. വന്നു രാഘവനോട് ബാണങ്ങൾ തൂക്കിയിടിനാൻ ഒന്നിനൊന്നെയ്തു മുറിച്ചിടിനാൻ അവയെല്ലാം. രാമബാണങ്ങൾ കൊണ്ടും കരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതെയായി. നിഷ്ഠുരതരമായ രാഘവ ശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണമെയ്താശുഖരൻ. ചട്ടയും നുറുക്കിനാൻ ദേഹവും ശരങ്ങൾ കൊണ്ടൊയ്യാതെ പിളർന്നിടിനാൻ അതു നേരം. താപസദേവാദികളായുള്ള സാധുക്കളും താപമോടയ്യോ കഷ്ടം കഷ്ടമെന്നുര ചെയ്താർ. ജയിപ്പൂതാക രാമൻ ജയിപ്പൂതാക എന്നു ഭയത്തോടമരന്മാരും താപസന്മാരും ചൊന്നാർ. തൽക്കാലേ കുംഭോദ്ഭവൻ തന്നെ കയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം. തൃക്കയ്യിൽ കാണായി വന്നിതെത്രയും ചിത്രം ചിത്രം മുഖ്യ വൈഷ്ണവചാപം കൈകൊണ്ടു നിൽക്കുന്നേരം. ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ്സുകൾ കൊണ്ടു കാണാവെന്നു രാമൻ ചന്ദ്രനെ അപ്പോൾ. കണ്ടിച്ചാൻ ഖരനുടെ ചാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളും മരക്ഷണാൽ. സൂതനെ കൊന്നു തുരകങ്ങളും നേരം പൊടിച്ചാതിനായകനകർത്തിയിടിന നേരത്തിങ്കൽ. മറ്റൊരു തേരിൽ കയറേറിനാനാശുകരൻ തെറ്റെന്നു പൊടിച്ചതു രാഘവനതും അപ്പോൾ. പിന്നെയും ഗതയുമായെടുത്താനാശുകരൻ ഭിന്നമാക്കിനാൻ വിശികങ്ങളാലതും രാമന്. ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വന്നസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ. ഘോരമാം ആഗ്നേയാസ്ത്രമേതുരഘുവരൻ വാരുണാസ്ത്രേന തടുത്തിടിനാൻ ചിതശ്രമം. പിന്നെ കൗബേരമസ്ത്രമെയ്തസ്ത്രാസ്ത്രം കൊണ്ട് മന്നവൻ തടഞ്ഞതു കണ്ടു രാക്ഷസവീരൻ. നൈരതമസ്ത്രം പ്രയോഗിച്ചതൂയും മാസ്ത്രേണ വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ. വായവ്യമയച്ചതു മൈന്ദ്രശാസ്ത്രം കൊണ്ട് ജഗന്നായകൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ. ഗാന്ധർവമയച്ചതു
ഗാന്ധർവം അയച്ചതു ഗൗഹ്യകാമസ്ത്രം കൊണ്ടു ശാന്തമായതു കണ്ടു കരനും കോപത്തോടെ. അസുരമസ്ത്രം പ്രയോഗിച്ചതു കണ്ടു രാമൻ അസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ. തീഷ്ണമാമൈശേകാസ്ത്രമെയ്തതു രഘുപതി വൈഷ്ണവാത്രേണ കളഞ്ഞാശു മുന്നമ്പുതന്നാൽ. സാരഥി തന്നെ കൊന്നു തുരങ്കങ്ങളെ കൊന്നു തേരുമേ പേരും പൊടിപ്പെടുത്തു കളഞ്ഞപ്പോൾ. യാതുതാനാധിപതി ശൂലവും കൈക്കൊണ്ടതി ക്രോധേന രഘുവരനോടടുത്തിടും നേരം. ഇന്ദ്രദൈവതമസ്ത്രമയച്ചോരളവ് ചെന്നിന്ദ്രാദി തലയറുത്തിയിടിനാൻ ജഗന്നാഥൻ. വീണിതു ലങ്കാനഗരോത്തരദ്വാരെ തല തൂണിപോക്കിതു വന്നു ബാണവും അതു നേരം. കണ്ടു രാക്ഷസൻ മെല്ലാമാരുടെ തലയെന്നു കണ്ട ഭാവേന നിന്നു സംശയം തുടങ്ങിനാർ. കരദൂഷണ തൃശിരാക്കാളം നിശാചരവരൻ 14,000 മരിച്ചിതു. നായിക 3.75 കൊണ്ടു രാഘവൻ തന്നാൽ ഉകിയിൽ വീണാനല്ലോ രാവണ ഭഗിനിയും. മരിച്ച നിശാചരൻ 14,000 ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹം അതു നേരം. ജ്ഞാനവും ലഭിച്ചിതു രാഘവൻ പോക്കിൽ നിന്നു മാനസേ പുനരവരെ വരും അതും നേരം. രാമനെ പ്രദർശനം ചെയ്തുടൻ നമസ്കരിച്ചാമോദം കൊണ്ടു കോപിസ്തുതിച്ചാൽ പലതരം. നമസ്തേ പാദാംബുജം രാമ ലോകാഭിരാമ സമസ്ത പാപഹരം സേവകാഭീഷ്ടപ്രദം. സമസ്തേശ്വരാദയാ വാരിതേ രഘുപതേ രമിച്ചിടണം ചിത്തം ഭവധീരമാപതേ. ത്വൽപാദാംബുജം നിത്യം ധ്യാനിച്ചു മുനീജനം അദ്ഭുത മരണ ദുഃഖങ്ങളെ കളയുന്നു. മുദ്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു. ഉദ്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു. മുൽപ്പാടു മഹേശനെ തപസ്സു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം. ഭേദവിഭ്രമം തീർത്തു സംസാര വൃക്ഷമൂല ഛേദനം കൂടപരമായി ഭവിക്ക ഭവാനിധി. പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതു മൂലം മാർത്തരുൾ ചെയ്തു പരമേശ്വരനതു നേരം. യാമിനി ചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായി അവതരിച്ചിടുവാൻ ഞാനും ഭൂമൗ. രാക്ഷസദേഹന്മാരാ നിങ്ങളെ ഛേദിച്ചെന്നു മോക്ഷവും തന്നിടുവാനില്ല സംശയമേതും. എന്നരുൾ ചെയ്തു പരമേശ്വരനതും മൂലം നിർണയം മഹാദേവനായതും രഘുപതി. ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നേരണം ആനന്ദ സ്വരൂപനാം നിന്തിരുവടിനാഥ. എന്നവരപേക്ഷിച്ചു നേരത്തു രഘുനാഥൻ മന്ദഹാസവും പൂണ്ടു സാനന്ദമരുൾ ചെയ്തു. വിഗ്രഹേന്ദ്രിയം അനപ്രാണാഹങ്കാരാദികൾ ഒക്കവേ സാക്ഷീഭൂതനായതോ പരമാത്മാ. ജാഗ്രത് സ്വരൂപനാഖ്യാദ്യവസ്ഥാഭേദങ്ങൾക്കും മീതെ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം. ബാല്യകൗമാരാദികളാം കാല്യാദിഭേദങ്ങൾക്കും താറ്റിയായി സ്മേ നിൽക്കും. പരമാത്മു പരബ്രഹ്മം ആനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും. ഈ വണ്ണം ഉപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശൻ കാരണം ദാശരഥി. രാഘവൻ 3.75 നായിക കൊണ്ടു കൊന്നാൻ വേഗേനെ 14 സഹസ്രം രക്ഷോബലം. സൗമിത്രി സീതാദേവി തന്നോടുകൂടെ വന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ. ശസ്ത്രഖനികൃത്തമാം ഭർതൃവിഗ്രഹം കണ്ടു മുക്തബാഷ്പാദം വേദേഹാത്മജ മന്ദം മന്ദം. തൃക്കൈകൾ കൊണ്ടു തലോടി പൊറുപ്പിടിനാൻ ഒക്കവേ പുണ്ണുമതിന് പൊടുവും പാച്ചിടിനാൻ. രക്ഷോവീരന്മാർ വീണുകിടക്കുന്നതു കണ്ടു ലക്ഷ്മണൻ നിജഹൃതി വിസ്മയം തേടിനീനാൻ. രാവണൻ തന്റെ വരവുണ്ടിനി ഇപ്പോൾ എന്നും ദേവദേവൻ മരുൾ ചെയ്തിരുന്നരുളിനാൻ. പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ ചെന്നു നീ മുനിവരന്മാരോട് ചൊല്ലിയിടണം. യുദ്ധം ചെയ്തതും കരദൂഷണ തൃശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും 14,000. താപസന്മാരോടറിയിച്ചു നീ വരികെന്ന് പാപനാശനരുൾ ചെയ്തൊരു അയച്ചൊരു ശേഷം. സുമിത്രാപുത്രൻ തപോധനന്മാരോട് ചൊന്നാൻ മിത്രാന്തകൻ വരൻ മരിച്ച വൃത്താന്തങ്ങൾ. ക്രമത്താലി നിക്കാലം വൈകാതെയോടിങ്ങിടും മർത്യവൈരികളെന്നുറച്ചു മുനിജനം. പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാർ പലരാശികളുമായ തട്ടായ്വാൻ 3 പേർക്കും. അങ്കുലീയവും ചൂടാരത്നവും കവചവും മങ്കെ ചേർത്തിടുവാനായി കൊടുത്തു വിട്ടിടിനാർ. ലക്ഷ്മണൻ അവ 3 കൊണ്ടുവന്നാശുരാമന് തൃക്കാൽക്കൽ വെച്ചു തൊഴുതേടിനാൻ ഭക്തിയോടെ. അങ്കുലീയം എടുത്ത് അംബുജ വിലോചനൻ അങ്കുലീയമേന്നിട്ട് ചൂടാരത്നവും പിന്നെ. മൈഥിലി തനിക്ക് നൽകിയിടിനാൻ കവചവും ഭ്രാതാവു തനിക്കണിഞ്ഞിടുവാനരുളിനാൻ. ശൂർപ്പണക വിലാപം.
രാവണ ഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. സാക്ഷാൽ അഞ്ജന ശൈലം പോലെ ശൂർപ്പണകയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. മുലയ്ക്കും മൂക്കും കാതും കൂടാതെ ചോരയുമാറിൽ മാലറും ഭഗിനിയോടവനും ഉര ചെയ്താൻ. എന്തിതു വത്സേ ചൊല്ലിടെന്നോട് പരമാർത്ഥം, ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തവൻ തന്നെ ഞാൻ ഒടുക്കുവൻ. സത്യം ചൊല്ലെന്ന നേരം അവളും ഉര ചെയ്താൾ, ഇത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ ബാനസക്തൻ. സ്ത്രീജിതൻ നദീഷടനെന്തറിഞ്ഞിരിക്കുന്നു, രാജാവനെന്തുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃഥാ. ചാരചക്ഷുസും വിചാരവുമില്ലേത് നിത്യം, നാരീ സേവയും ചെയ്ത് കിടന്നിടല്ലായ്പോഴും. കേട്ടതില്ലയോ കരദൂഷണത്രിശേരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും. പ്രഹരാർദ്ദേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചെടുക്കിനാൻ, എന്തൊരു കഷ്ടമോർത്താൽ. എന്നതു കേട്ട് ചോദിച്ചിടിനാൻ ദശാനനൻ എന്നോട് ചൊല്ലിയിടേവൻ രാമനാകുന്നതെന്നും. എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നും, എന്നാൽ അന്തകൻ തനിക്ക് നൽകിയിടുവാൻ അവനെ ഞാൻ. സോദരി ചൊന്നാൾ അതു കേട്ടു രാവണനോട്, യാദോദാനാധിപതേ കേട്ടാലും പരമാർത്ഥം. ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നിന്നാനന്ദം പൂണ്ടു താനെ സഞ്ചരിച്ചിടും കാലം. കാനനത്തൂടെ ചെന്നു ഗൗതമി തടം പൂക്കേൻ സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം. ആശ്രമത്തിങ്കൽ തത്ത രാമനെ കണ്ടേൻ, ജഗദാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ടു. ശാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മധാരങ്ങളോടും. സോദരനായിടുന്ന ലക്ഷ്മണനോടുകൂടി സാദരം ഇരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ശ്രീമാസോങ്കേ വായും ഭാമിനി തന്നെ കണ്ടാൽ നാരികളവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവ നാഗമാനുഷ നാരിമാരേവം കാണാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവി താനും ഗൗരിയും വാണിമാതും ഇന്ദ്രിയാണിതാനും മറ്റുള്ള സരസ്ത്രീവർഗവും. നാണം പൂണ്ടൊളിച്ചിടും അവളെ വഴി പോലെ, കാണുമ്പോൾ അങ്ങനങ്ങനും ദേവതയ അവളല്ലോ. തൽപതിയാകും പുരുഷനു ജഗൽപതി എന്നു കൽപ്പിക്കാം വികൽപ്പമില്ല അല്പവും ഇതിനിപ്പോൾ. തൊൽപത്നിയാക്കിയിടുവാൻ തക്കവൾ അവളെന്നു കൽപ്പിച്ചു കൊണ്ടിങ്ങു പോന്നിടുവാനൊരുമ്പെട്ടേനെ. മൽകുജനാസാകർണ ഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവനിയോഗത്താൽ. വൃത്താന്തം കരനോട് ചെന്നു ഞാൻ അറിയിച്ചേൻ, യുദ്ധാർത്ഥം ഭക്തൻ തരാനേ ഇനിയോടും അവൻ. രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം നായിക 3:45 കൊണ്ടവൻ ഒടുക്കിനാൻ. ഭസ്മമാക്കിയിടും പിണങ്ങിയിടുകിൽ വിശ്വം ചെന്നാൽ വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ. കടൽ നേരമീയോളം കന്നൽ നേർമീയോളം ജാനകി ദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും. തൊത്സകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകിലെത്രയും നന്നു ഭവാൻ. തത്സാർത്ഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകുവനും ഉത്സംഗേ വസിക്ക കൊണ്ടാകുന്നു ദേവാരാധേ. രാമനോടേറ്റാൽ നിപ്പാൽ നിനക്കു ശക്തി പോരാ, കാമവൈരിക്കും നേരെ നിൽക്കരൂതൻ നിൽക്കുമ്പോൾ. മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ മോഹന ഗാത്രി തന്നെ കൊണ്ടുപോരുകയുള്ളൂ. സോദരി വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ശ്വസിച്ചു തൂർണം. തന്നെ മണിയറ തന്നിലങ്ങകം പൂക്കാൻ വന്നിതെല്ലേരും നിദ്ര ചിന്തയുണ്ടാകമൂലം. എത്രയും ചിത്രം ഓർത്തോളം ഇതമൊരു മർത്യനാൾ 3:45 നാഴിക നേരം കൊണ്ട്. ശക്തനാം നക്തഞ്ചര പ്രഭരൻ ഖരൻ താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരീരവരും. പത്തികൾ 14,000 മുടിഞ്ഞുപോൾ വ്യക്തം മാനുഷനല്ല രാമനെന്നതു നൂനം. ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ മുക്തിപ്രിയൻ. ദാതാവ് മുന്നം പ്രാർത്ഥിച്ചൊരു കാരണമെന്നു ഭൂതലേ രഘുകുലേ ഭർത്തനായി പിറന്നപ്പോൾ. എന്നെ കൊല്ലുവാൻ ഒരുമ്പെട്ടു വന്നാനെങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ. അല്ലെങ്കിൽ എന്നും ഭയം രാക്ഷസ രാജ്യമെന്നല്ലലില്ലൊന്നും കൊണ്ടും മനസ്സിൽ നിരൂപിച്ചാൽ. കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതില്ല ജാതിയും മടിക്കേണ്ട നാനൊന്നുകൊണ്ടും. ഇത്തമാത്മനെ ചിന്തിച്ചുറച്ച രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടു കൂടത്യാനന്ദവും കൊണ്ടാൻ. സാക്ഷാൽ ശ്രീനാരായണൻ രാമൻ എന്നറിഞ്ഞത് രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൻ. വിദ്വേഷബുദ്ധ രാമൻ തന്നെ പ്രാപിക്കയുള്ളൂ,
ഭക്തി കൊണ്ടെന്നൽ പ്രസാദിക്കയില്ല കിലേശൻ. രാവണ മാരീച സംഭാഷണം. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു ചിത്രഭാനുപുമുദാദ്രി മൂർധനി വന്നു. തേരിതതിലേറിന ദേവസഞ്ജയ വൈരി പാരാതെ പാരാവാര പാരമാം തീരം തത്ര. മാരീചാശ്രമം പ്രാപിച്ചിടിനാനതിദ്രുതം കോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും. മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരിച്ചാനന്ദമാത്മമായ രാമനെ ദാനിച്ചുള്ളിൽ. രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോട് മരുവീടിന മാരീചനും. ലൗകികാത്മനാഗ്രഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും ഉദ്ദാനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിലണച്ചാനന്ദാശ്രുക്കളും. പൂജിച്ചു യഥാവധി മാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തം അപ്പോൾ ചോദിച്ചു മാരീചനും. എന്തൊരാഗമന നിവേദനയ്ക്കായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും അവ നല്ലതു വരുത്തുവാനുള്ളതിൽ മുമ്പനല്ലോ. ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയേ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും. മാരീചവാക്യം കേട്ടു രാവണൻ ചൊന്നാൻ ആരുമില്ലെനിക്ക് നിന്നെപ്പോലെ മുട്ടും നേരം. സാകേതാധിപനായ രാജാവ് ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ. രാമലക്ഷ്മണന്മാരെന്നിരുവരുതലും കോമളാഗാത്രിയോ രംഗനാരത്നത്തോടും. ദണ്ഡകാരണ്യെ വന്നു വായുന്നിവർ ബലാലേ എന്നുടെ ഭഗിനിതൻ നാസികാകുജങ്ങളും. കർണവും ഛേദിച്ചതു കേട്ടുടൻ കരാദികൾ ചെന്നതു 14,000 അവരെയും. നിന്നെ താകേനതായിട്ടെതിർത്തു രണത്തിങ്കൽ കൊന്നിത് 3.25 നായിക കൊണ്ടു രാമൻ. തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവേനതിനു തീ. ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്നടവിടയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കേണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്തേക്ക് വാമഗാത്രിയെ പോപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവാൻ. നീ മമ സഹായമായിരിക്കിൻ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും. പങ്ക്തി കന്ദരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഇവണ്ണമുര ചെയ്താൻ. ആരുപദേശിച്ചു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ. നല്ലത് നിനക്ക് ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നതാകിൽ നല്ലതിലേതും നിനക്കില്ലതൊഴികറിക നീ. രാമചന്ദ്രനുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്നരമണി രഥാദികൾ. കേൾക്കുമ്പോൾ അതിഭീതനായുള്ള നാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചു കേൾഗനി. ശ്രീനാരായണൻ പരമാത്മന്റെ രാമൻ നാനതിൽ പരമാർത്ഥം അറിഞ്ഞൻ കേൾക്കനീയും. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യ പ്രഭോ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനൻ അരുൾ ചെയ്തിതു വാത്സല്യത്താൽ. എന്തു ഞാൻ വേണ്ടുന്നത് ചൊല്ലുന്നത് കേട്ടു ചിന്തിച്ചു വിധാതാവ് മർദ്ദിച്ചു ദയാനിതേ. തിരുവടി തന്നെ മാനുഷവേഷം കൊണ്ടു ഭക്തി കന്ദരൻ തന്നെ കൊല്ലണം മടിയാതെ. അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗളം വരുത്തുവാൻ ദേവദാസർക്കരെല്ലാം. മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്ത്യാ. പോയാലും പുരം പൂക്കു സുഖിച്ചു വസിക്കനീ മായാമാനുഷൻ തന്നെ സേവിച്ചു കൊൾക നിത്യം. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ. മാരീചൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ. നാരായണ സ്വാമി പരമൻ പരമാത്മാൻ താനരവിന്ദോത്ഭവൻ തന്നോട് സത്യം ചെയ്തു. മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ. പിന്നെയവണ്ണമല്ലാക്കുവാൻ ആരോടോ നന്നു നിന്നു ജ്ഞാനം ഞാൻ ഇങ്ങനെയോർത്തിലിട്ടും. ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരുക വേണം. ഉത്തിഷ്ട മഹാഭാഗപന്മാനായ ചമഞ്ഞു ചെന്നെത്രയും അകറ്റുക രാമലക്ഷണന്മാരെ. അന്നേരം തേരിലേറ്റി കൊണ്ടിങ്ങു പോന്നിടുവൻ പിന്നെ നീ യഥാസുഖം വായുക മുന്നേ പോലെ. നീ മറത്തു നീ യുര ചെയ്യുന്നതാകിൽ എന്നുടെ വായ കൂണാ കേടുന്നതിനും തന്നെ. എന്നതു കേട്ടു വിചാരിച്ചിതു മാരീചനും നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വരാമെന്നാൽ. നരകത്തിൽ വീണുടൻ കിടക്കണം പുണ്യതന്തയം കൊണ്ട് മുക്തനായി വരുമല്ലോ. രാമസായകമേറ്റു മരിച്ചാലെന്നു ചിന്തി ചാമോദം പൂണ്ടു പുറപ്പെട്ടാലും എന്നു ചൊന്നാൻ. രാക്ഷസ രാജഭവാൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ച പോറ്റി. എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറ
വിചിത്രമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ. പങ്ക്തിനന്തരം തേരിലമ്മാർ കരറേറിനാൻ ചെന്താർവാളനും തേരിലേറിനാനതോ നേരം. ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനു മന്ദനായി ചമഞ്ഞിതു. ആരീചൻ മനോഹരമായ രൂപന്മാനായി ചാരിപുള്ളികൾ വെള്ളി കൊണ്ടു നേത്രങ്ങൾ കൊണ്ടും നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്തു മുഗ്ധഭാവത്തോടോരോരോ ലീലകൾ കാട്ടി കാട്ടി കാട്ടിലുൾപ്പിക്കും. പിന്നെ വേഗേന പുറപ്പെട്ടു തുള്ളിച്ചാടിയും മനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാശിച്ചും. രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. രാവണ വിശേഷിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താൻ ഏകാന്തേ കാന്തേ കേൾനീ. രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷു രൂപേണ വരുമന്തികേ ജനകജേ. ഒരു കാര്യം വേണം അതിനു മടിയാതെ മായാ സീതയെ പർണശാലയിൽ നിർത്തിയിടണം. ഭഗ്നിമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്കനീ ധന്യേ രാവണപദം കഴിഞ്ഞു കൂടുവോളം. ആശ്രയാശങ്കലോരാണ്ടിരുന്നിടേണം ജഗത്താശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാത്രംബിയെ. രാമചന്ദ്രോക്തി കേട്ടു ജാനകി ദേവി താനും കോമളഗാത്രിയായ മായാ സീതയെ തത്ര പർണശാലയിലാക്കി ഭഗ്നിമണ്ഡലിstiങ്കിൽ ചെന്നിരുന്നതോ മഹാവിഷ്ണുവുമായ അപ്പോൾ. മാരീച നിഗ്രഹം. മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോടുര ചെയ്താൾ. ഭർത്താവെ കണ്ടില്ലയോ കനകമയ മൃഗത്തെ ഇത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതം ഇതം. പേടിയില്ലതേതും എത്രയും അടുത്ത് വന്നിടുകിൽ മരുൾക്കമുണ്ട് എത്രയും എന്ന് തോന്നും. കളിപ്പാൻ അതിസുഖമുണ്ട് നോക്കുന്നു വിളിച്ചിടുക വരുമെന്ന് തോന്നുന്നു ആനൂനം. പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപതേ. മൈഥിലി വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ ധാതുദാനവന്മാരുണ്ടു കാനനം തന്നിലെങ്ങും. എന്നരുൾ ചെയ്തു ധനുർബാലങ്ങളെടുത്തുടൻ ചെന്നിതോ മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലുന്നേരം വേഗത്തിലോടി കളഞ്ഞുകൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം. അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്തമോടുകൂരെ കുതിച്ചു ചാടുമപ്പോൾ. ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തെയൊരു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടതിനേറ്റം. എന്നുറച്ചാശ വിട്ടു രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വീട്ടിടിനാൻ. പൊന്മാനും അതുകൊണ്ട് ഭൂമിയിൽ വീണ നേരം വന്മല പോലെ ഒരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീതൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്ന് രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീജനും പ്രാണവേദനയോട് കരഞ്ഞയ്യോ പാപം. ആഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദരാഹാമേ വിധി ബലം പാകിമാം ദയാനിധേ. അതുരതാതം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും സൗമുത്രേ നീ ചൊല്ലുക വൈകിടാതെ. നീ ചെല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടില്ലേ ഭവാൻ ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ. രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ രക്ഷോവീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ. ലക്ഷ്മണൻ അത് കേട്ടു ജാനകിയോട് ചൊന്നാൻ ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണം മമ വാക്യം. മാരീജൻ തന്നെ പൊന്മായി വന്നതവൻ നല്ല ചോരനെത്രയും മേവം കരഞ്ഞതവൻ തന്നെ. അന്തനാ ഞാനും ഇത് കേട്ടുപോയി അകലുമ്പോൾ നിന്തിരുവടിയെയും കൊണ്ടുപോയിടാമല്ലോ. പങ്ക്തികന്ധരൻ തനിക്കതിനുള്ളിൽ പോയം എന്തെന്നറിയാതെ അരുൾ ചെയ്യുന്നതത്രയല്ല. ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും. വിശ്വനായകൻ കോപിച്ചിടുകില ലക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും. അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്നെങ്ങനെ നൈദ്യനാദം ഭവിച്ചിടുന്നു നാഥേ. ജാനകിയേതോ കേട്ട് കണ്ണുനീർ തൂകി തൂകി മാനസേ വളർന്നൊരു ഖേദകോപങ്ങളോടും. ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം രക്ഷോജാതിയിൽ ഇത്ര നീയുമുണ്ടായി നൂനം. ഭ്രാതൃനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവ ചെയ്തി ദുഷ്ടാത്മാവേ ഞാനിതേതോർത്തില്ലയല്ലോ. രാമനാശാം കാശിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നെ നിയോഗത്താൽ കൂടെ പോന്നിത് നീയും രാമനോ നാശം വന്നാൽ കൂടമായെന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ നൂനം. എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലതാനും ഇന്നും ത്യാഗം ചെയ്വേ ഞാൻ അറിഞ്ഞാലും. ചേതസി ഭാര്യാഹരണോദ്യതനയായ നിന്നെ
സോദരബുദ്ധ്യാ ധരിച്ചില്ല രാഘവനേതും. രാമനെയൊഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണെന്ന് തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്ക് കേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോട് ചെയ്താൻ. നിനക്ക് നാശം എടുത്തിരിക്കുന്നത് വരം എനിക്ക് നിരൂപിച്ചാൽ തടുത്തു കൂടാതാനും. ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ടി ദിക്തികത്യന്തം ക്രൂര ചിത്തം നാരികൾക്കെല്ലാം. വനദേവതമാരെ പാലിച്ചുകൊള്ളുവിൻ മനുവംശാധീശ്വര പത്നിയെ വൈപോലെ. ദേവിയെ ദേവകളെ ഭരം ഏൽപ്പിച്ചു വന്തം പൂർവജൻ തന്നെ കാണാൻ നടന്നു സൗമിത്രിയും. സീതാപഹരണം. അന്തരം കണ്ടു ദശകന്ധരൻ മദനബാണാന്തയായി അവതരിച്ചിടിനാൻ അവനിയിൽ. ഇടയും വൽക്കലവും ധരിച്ചു സന്യാസിയായുടെ ജാങ്കണേ വന്നു നിന്നതോ ദശാസ്യനം. ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായ സീതാദേവിയും വിനീതയായി. സംപൂജ്യ ഭക്തഫലമൂലാദികളും ദത്വാ സാഗത വാക്യമുക്ത പിന്നെയും ചെന്നാൾ. അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ടിത്തിരി നേരമിരുന്നിടുക തപോനിതേ. ഭർത്താവ് വരുമ്പോൾ പ്രിയയെല്ലാം ചെയ്യും ശുത്രുടാദിയും തീർത്തു ശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുദ്രാലാപനങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ. കമലവിലോചനെ കമനീയാങ്കി നീ ആരമലെ ചൊല്ലിടൂ നിൻ കമിതാവാരെന്നതും. നിഷ്ഠുരജാതികളും രാക്ഷസരാദിയായ ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമി തന്നിൽ നീയൊരു നാരീമണി താനേ വാഴുന്നത് ബന്ധുരായുധപാണികളും ഇല്ലല്ലോ സഹായമായി. നിന്നുടെ പരമാർത്ഥം ഒക്കവേ വരനാൽ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു നാനും. മേദിനി സുതയതു കേട്ടുര ചെയ്തിടിനാൾ മേദിനി പതിവരാൻ അയോധ്യാധിപതി. വാട്ടമില്ലാതെ ദശരഥനാം നൃപാധിപത ജ്യേഷ്ഠ നന്ദനായ രാമൻ അദ്ഭുതവീരൻ. തന്നെ ധർമ്മപത്നി ജനകാത്മജ ഞാനോ ധന്യനാം അനുജനോ ലക്ഷ്മണൻ എന്ന നാമം. ഞങ്ങൾ മൂവരും പിതുരാജ്ഞയ തപസ്സിനായി ഇങ്ങു വന്നിരുന്നു വനം തന്നിൽ. 14 കഴിവോളം വേണം താനും അതിന് പാർത്തിടുന്നു സത്യമെന്നറിഞ്ഞില്ല. നിന്തിരുവഴിയെ ഞാൻ അറിഞ്ഞില്ലേതും പുരന്തെന്തിനായെഴുന്നള്ളി ചൊല്ലണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗളശീലേ ബാലേ പങ്കജവിലോചനെ പഞ്ചബാണാദിവാസേ. പൗലസ്തയതന നയനാം രാക്ഷസരാജാവു ഞാൻ ത്രൈലോക്യത്തിലെങ്കിൽ എന്നെ അറിയാതെയുള്ളൂ. നിർമ്മലേ കാമപരിതപ്തയാതമന് ഞാൻ നിർമൂലമതിന് നീ പോരണം മയാ സാകം. ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായേൻ തവലോക സുന്ദരി നാഥേ. താപസവേഷമുണ്ട രാമനാനന്ദു ഫലം താപം ഉൾക്കൊണ്ടു കാട്ടിൽ ഇങ്ങനെ നടക്കേണ്ട. ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാന്തരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും. രാവണവാക്യമേവൻ കേട്ടത് ഭയത്തോടും ഭാവവർണ്യം പൂണ്ടു ജാനകി ചെന്നാൾ മന്നം. കേവലമടുത്തിട്ടു മരണം നിനക്കിപ്പോൾ ഏവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൾ. സോദരനോടും കൂടി വേഗത്തിൽ വരും ഇപ്പോൾ മേദിനീപതി ഭർത്ത ശ്രീരാമചന്ദ്രൻ. തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ. രാമബാണങ്ങൾ കൊണ്ട് മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴുവാനുള്ള കാരണമിതു നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ നേരം. തന്നെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിപം ദശാനനം വിംശതി മഹാഭുജം. അഞ്ജന ശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ജസ ഭയപ്പെട്ടു വനദേവതമാരും. രാഘവ പത്നിയെയും തേരതിയിലെടുത്തു വെച്ച് ആകാശമാർഗെ ശീഘ്രം പോയതു ദശാസ്യനും. രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ദേ ഹകാമൽ പ്രാണേശ്വര ഭാഗിമാം ഭയാതുരാം. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരം ഉത്താനം ചെയ്തതെത്തിനാൻ ജടായുവും. തിഷ്ടാഗ്രേ മമ സ്വാമിതൻ പത്നിയെയും കട്ടുകൊണ്ടെവിടേക്കു പോകുന്നു മൂഢാത്മാവേ. അന്തരത്വങ്കിൽ ചെന്ന് സുനകൻ മന്ത്രം കൊണ്ട് ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്നതുപോലെ. പത്തിതമധ്യേ പരമോദത ബുദ്ധിയോടും ഗൃധ്രരാജനും ഒരു പത്രവാനായുള്ളൊരു കുദ്രരാജനെ പോലെ ബദ്ധവൈരത്തോടതി ക്രുദ്ധനായ ഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. അബ്ദിയും ക്ഷുബ്ധനായി ചമഞ്ഞും അദ്രികളിലാകുന്നു വിദ്രുതം അതുനേരം. കാൽനഖങ്ങളെ കൊണ്ട് ചാപങ്ങൾ പൊടിപെടത്താനങ്ങളും കയറി മുറിഞ്ഞു വശം കെട്ടു. തീഷ്ണ തുണ്ടാഗ്രം കൊണ്ടു തീർത്തടം തകർത്തിട്ടു കാൽക്ഷണം കൊണ്ട് കൊന്നു വീത്തിനാനശ്വങ്ങളെ. രൂക്ഷത പെരുകിയ പക്ഷവാദങ്ങളേറ്റു രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി മൽകീർത്തിയും മുടുങ്ങിയെന്നാർത്തി പൂണ്ടുന്നൊരു രാത്രി ചാരിദ്രനപ്പോൾ. ധാത്രിപുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തു തൻ
ചന്ദ്രകാശം വിളക്കിലകുതരം പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷി തന്നിൽ വീണാൻ അക്ഷമനായിട്ടവൻ. രക്ഷോനായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ടച്ഛതചിത്തത്തോടും ദക്ഷിണാദിക്കു നോക്കി മറ്റൊരു തേരിലേറി തെറ്റെന്നു നടക്കൊണ്ടാൻ മറ്റാരു പാലിപ്പാനില്ലുറ്റവരായിട്ടെന്നോ. ൂത്തിട്ടിറ്റു വീണിടുന്ന കണ്ണീരോടൊപ്പം അവൾ കറ്റവാർ കുഴലിയാം ജാനകി ദേവി താനും. ഭർത്താവ് തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞു, ഇന്നുത്തമനായ നിന്റെ ജീവനും പൊയ്ക എന്ന്. പൃഥ്വിപുത്രിയും വരം പത്രിരാജനു നൽകി പൃഥ്വിമണ്ഡലം അകന്നാശു പോട്ടുപോയാൽ. അയ്യോ രാഘവ ജഗന്നായക ദയാനിധേ, നീ എന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥ. രക്ഷോനായകൻ എന്നെനിക്കണ്ടിതാ പോയിടുന്നു, രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോ പാവം. ലക്ഷ്മണ നിന്നോട് ഞാൻ പരുഷം ചൊന്നേനല്ലോ, രക്ഷിച്ചു കൊള്ളേണമേ ദേവരാ ദയാനിധേ. നീ എന്നെ ഉപേക്ഷിച്ചു രാമ രാമ രാമാത്മരാമ ലോകാഭിരാമാം രാമ. ഭൂമിദേവിയും എന്നെ വെടിഞ്ഞോളുതകാലം. പ്രാണവല്ലഭ പരിത്രാഹി മാം ജഗൽപദേ, കൗണപാതിവൻ എന്നെ കൊന്നു ഭക്ഷിക്കു മുമ്പേ. സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേ സത്വചേതസാ മഹാസത്വവാരിതേ നാഥാം. ഇത്തരം വിലാപിക്കും നേരത്ത് ശീഘ്രം രാമഭദ്രൻ ഇങ്ങനെത്തുമെന്നു ശങ്കയാ നക്തഞ്ചരൻ. ഇത്തവേഗനെ നടന്നേടിനാനതോ നേരം പൃഥ്വിപുത്രിയും കീഴ്പോട്ടാശു നോക്കുന്നേരം. അദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ വിദ്രുതം വിഭൂഷണ സഞ്ജയമയിച്ചുത. തന്നുത്തരീയാർദ്ധ കണ്ഠം കൊണ്ടു കൺബന്ധിച്ചു രാമഭദ്രനു കാൺമാൻ ലോകം വരികന്നതാരിൽ. സ്മൃത്വാ കീഴ്പോട്ട് നിക്ഷേപിച്ചിതു സീതാദേവി, മത്തനാ നക്തഞ്ചരൻ അറിഞ്ഞീലതുമപ്പോൾ. അബ്ധിയും ഉത്തീര്യ നൽപത്തനം ഗത്വാതൂർണം സുത്താന്തമത്തേ മഹാശോകകാനനാദേശേ. ശുദ്ധഭൂതലെ മഹാശിംശവാദരുമൂലേ ഹൃദ്യമാരായ നിജ രക്ഷോനാരികളെയും നിത്യവും പാലിച്ചു കൊൾവന്നുറപ്പിച്ചു തന്റെ വിസ്തയമപ്പുകു വസിച്ചേടിരാൻ ദശാനനൻ. ഉത്തമോത്തമയായ ജാനകി ദേവി പാതിവ്രത്യമാശ്രിത്യ വസിച്ചിടാനാളതു കാലം. കേശാദികളും എത്രയും മെല്ലിനയായ വക്ത്രവും കുമ്പിട്ട് സന്തപ്തമാം ചിത്തത്തോടും. രാമരാമേതി ജപധ്യാന നിഷ്ഠയാ ബഹുയാമിനി ചരകുല നാരികളുടെ മധ്യേ. നീഹാരഹീതാദപവാദ വീടയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം. ലങ്കയിൽ വസിച്ച താതങ്ങൾ മുൾക്കൊണ്ട് മായാസങ്കടം മനുഷ്യ ജന്മത്തിങ്കൽ ആർത്തിങ്കില്ലാത്തു. സീതാന്വേഷം. രാമനും മായാ മൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീചാസുരമെയ്തു കൊന്നു. വേഗേനെ നടക്കൊണ്ടാൻ ആശ്രമം നോക്കി പുനരാഗമക്കാതലനായ രാഘവൻ തിരുവടി. 4 ശരപ്പാടു നടന്നോരനന്തരം ബാലകൻ വരവീശധുരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നത് കണ്ടു രാഘവൻ താനും ഉൾക്കൊമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണനേത് പറഞ്ഞില്ലല്ലോ പരമാർത്ഥം, ഇക്കാലം ഇവനെയും വഞ്ചിക്കുന്നതേ വരൂ. രക്ഷോനായകൻ കൊണ്ടുപോയതുമായ സീത ലക്ഷ്മി ദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു. അഗ്നിമണ്ഡലത്തിങ്കൽ വായുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും ഒന്നുകൂടാ. ദുഃഖിച്ചു കൊള്ളു ഞാനും പ്രാകൃതനെന്ന പോലെ മൈക്കണ്ണിനെ തന്നെ എത്തിരഞ്ഞാശു പോയി ചൊല്ലാമല്ലോ. രക്ഷോനായകനുടെ രാജ്യത്തിൽ എന്നാൽ പിന്നെ തൽക്കുലത്തോടുകൂടി രാവണൻ തന്നെ കൊന്നു. അഗ്നിമണ്ഡലേ വായും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടുപോകാം അയോധ്യയ്ക്കു വൈകാതെ പിന്നെ. അക്ഷയധർമ്മമുള്ള രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോത്ഭവനിത്തം പ്രാർത്ഥിക്ക നിമിത്തമാർക്കവംശത്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതും. മായാ മനുഷ്യനാകും എന്നുടെ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കുകയും ചൊല്ലുകയും. ഭക്തിമാർഗേണ ചെയ്യും മർത്യനപ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമല്ലോ സംശയമേതും. ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പു ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്ന കാതാരിൽ. നിർണയിച്ച വരജനോടുരൾ ചെയ്തിടിനാൽ വർണ്ണശാലയിൽ സീതയ്ക്കാരോ തുണയുള്ളൂ. എന്തിനിങ്ങോട്ട് പോന്നു ജാനകി തന്നെ വിലാൽ എന്തിനോ വെടിഞ്ഞു നീ രാക്ഷസരവളയും. കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളയുകയോ കണ്ടകജാതികൾക്ക് എന്തൊരു വൃത്താതോർത്താൽ. അഗ്രജവാക്യമേ വെങ്കട ലക്ഷ്മണൻ താനും അഗ്നി നിന്നുടനാൽ കൊഴുതു വിഭീഷണ. ഗദ്ഗദാക്ഷരമുര ചെയ്തിതു ദേവിയുടെ
ദുർഗ്രഹ വചനങ്ങൾ ബാഷ്പവും തൂകി തൂകി. ലക്ഷ്മണ പരിത്രാഗി സൗമിത്രി ശീഘ്രമാകാ രാക്ഷസൻ എന്നെ ഗ്രഹിച്ചിടുമിപ്പോൾ. ഇത്തരം നക്തഞ്ചരന്തൻ വിലാപങ്ങൾ കേട്ടു മുഗ്ധഗാത്രിയും തവ നാദമെന്നുറക്കയാൽ. അത്യർത്ഥം പരിതാപം കൈകണ്ടു വിലാപിച്ചു സത്വരം ചെന്ന് രക്ഷിക്കെന്നോട് അരുൾ ചെയ്തു. ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വരാ ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും. രാക്ഷസനുടെ മായാഭാഷിതമിതു മൂലം കാൽച്ചളം പൊറുക്കെന്നു ഞാൻ പലരോട് ചൊന്നേൻ. എന്നതു കേട്ടു ദേവി പിന്നെയും മുര ചെയ്താൾ എന്നോടു പലതരം ഇന്നവയെല്ലാം ഇപ്പോൾ. തിരുമുമ്പിൽ നിന്ന് ചൊല്ലുവാൻ പണി എന്ന സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ട് ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരു മലരടി വന്ദിപ്പാൻ വിടകൊണ്ടേൻ. എങ്കിലും പ്രിയച്ചതു പോന്നത് സൗമിത്രി നീ ശങ്കയുണ്ടായിടുമോ ദുർവചനങ്ങളെ കേട്ടാൽ. യോജന്മാരുടെ വാക്കുകൾ സത്യമെന്നോർക്കുന്നുവൻ ഭോഷൻ എത്രയും എന്നോ നീ അറിയുന്നതല്ലേ. രക്ഷസാം പരീക്ഷകൾ കൊണ്ടുപോയി കളയുകയോ ഭക്ഷിച്ചു കളയുകയോ ചെയ്തതെന്നറിഞ്ഞില്ല. ഇങ്ങനെ നിലച്ചുടൻ ദാർഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കി കാണാനാകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടത്രയും വിലാപിച്ചാൽ നിഷ്കളനാത്മാരാമൻ നിർഗുണനാത്മാനന്ദൻ. ഹാഹാ വല്ലഭേ സീതേ ഹാഹാ മൈഥിലീനാഥേ ഹാഹാ ജാനകി ദേവി ഹാഹാ മൽ പ്രാണേശ്വരി. എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കുകയോ തന്നെ നീ വെളിച്ചത്ത് വന്നിടും മടിയാതെ. ഇത്തരം പറയുകയും കാനനം തോറും നടത്തങ്ങൾ പൂണ്ടന്വേഷിച്ചു കാണാനു വിവശനായി. ദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടോ വനജേഷണമായ നീതി സത്യം ചൊൽവിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനമായ ജനകപുത്രി തന്നെ. പക്ഷിസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടോ ഭസ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവൻ പരമാർത്ഥം പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു. ഇത്തമോരോന്നേ പറഞ്ഞെത്രയും ദുഃഖം കൊണ്ടു സത്വരം നീളത്തിര തെങ്ങുമേ കണ്ടില്ലല്ലോ. സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവോത്മനാം സർവകാരണസേ നേകജനൻ പരിപൂർണൻ. നിർമ്മലൻ നിരാകാരൻ നിരാകാരൻ നിത്യം ചിന്മയനെ കണ്ട അനന്താത്മകൻ കന്മയൻ. മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ കാര്യമാനുഷൻ മൂടാത്മാക്കളെ യോയിപ്പാനായി. തത്വജ്ഞന്മാർക്ക് സുഖ ദുഃഖഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല ജ്ഞാനമില്ലായകയാൽ. ജടായുഗതി ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരയിഞ്ഞുടഞ്ഞു വീണാകുലമടവയിൽ. ശസ്ത്രചാപങ്ങളോടുകൂടവേ കിടക്കുന്നു എത്രയും അടുത്തു കാണായിരു മധ്യേ മാർഗം. അന്നേരം സൗമിത്രിയോട് അരുൾ ചെയ്തു രാമൻ ഭിന്നമായൊരു രഥം കാൺകടോ കുമാരാനി. തന്വങ്കി തന്നെ ഒരു രാക്ഷസൻ കൊണ്ടുപോകും അന്യരാക്ഷസൻ അവനോട് പോർ ചെയ്തിടുന്നു. അന്നേരം അയിനു തേർക്കോപിതാ കിടക്കുന്നു എന്നു വീണാടമവർ കൊന്നാരോ ഭക്ഷിച്ചാരോ. ശ്രീരാമനേവം പറഞ്ഞ് തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണുന്ന ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാതുദാനനി കിടക്കുന്നതത്ര നീ കണ്ടീലയോ. കൊല്ലുവേനെ ഞാൻ വൈകാതെ ഭാവങ്ങളും വെല്ലുമിന്നാച്ചു തന്നിടുന്നതോ വൈകാ ഇതു നേട്ടനേരം. വിത്രസ്ത ഹൃദയനായി യക്ഷരാജനും ചൊന്നാൻ വദ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ. ഇത്രയും തവ താതനു ശേഷിച്ചും തിക്തനായിരിപ്പൊരു പക്ഷിയാം ജടായു ഞാൻ. ദുഷ്ടനാന്തശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ടാകാശേ പോകുന്നേരമറിഞ്ഞു ഞാൻ. പെട്ടെന്ന് ചെന്ന് തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരു വില്ലും പൊട്ടിക്കളഞ്ഞപ്പോൾ. വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവർ ഞാനും അപ്പോൾ പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ. എന്തിരുവടിയെ കൊണ്ടതിന് മതിയായി ഗംഗീതാ ദേവിയോട് വരവ് വാങ്ങിക്കൊണ്ടേൻ. തൃക്കൽ പാർക്കണമെന്നൊക്കെ കൃപയാ കൃപാനിതേ തൃക്കയലിണ നിത്യമുൾക്കൊമ്പിൽ വസിക്കേണം. മുൾക്കാമ്പിൽ വസിക്കേണം. തരം ജടായുധൻ വാക്കുകൾ കേട്ടു നാഥൻ ചിത്തകാരുണ്യം കൊണ്ടു ചെന്നെടുത്തിരുന്നു തൻ. തൃക്കൈകൾ കൊണ്ട് തലോടിനാൻ അവനുടൻ ദുഃഖാശ്രുപ്ലത നയനത്തോടും രാമചന്ദ്രൻ. ചൊല്ലഹോ മമ വല്ലഭാവൃത്താന്തം നീ എല്ലാം എന്നതു കേട്ടു ചൊല്ലിനാൻ ജടായുവും. രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണേ ദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും. ചൊല്ലുവാനില്ല ശക്തി മരണപീഡയാലേ ബന്ധരൂപരൂപതിനായി നഗരിക്കണമേ. നിന്തിരൂപടി തന്നെ കണ്ടിരിക്കവേ ബന്ധമേറ്റിടും വണ്ണം മരിപ്പാൻ അവകാശം. വന്നതു ഭവൽ കൃപാപാത്രമാകയാലകം പുണ്യപുരുഷോത്തമാതയാനിതേ. നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരാനന്ദാത്മാ പരമാത്മാ മായാമാനുഷരൂപി. സന്തതം അന്തർഭാഗെ വസിച്ചിടുക വേണം നിന്തിരുമേനീകന ചാമ്പളാമപീരാമം. അന്ത്യകാലത്തിങ്കലീ വണ്ണം കാണായ മൂലം ബന്ധുവും ഒറ്റു മുക്തനെയായേ ഞാനെന്നു നൂനം. ബന്ധുഭാവേന ദാസനാകിയോരടിയനെ ബന്ധുകാതും സമത്ര കരതലം തന്നാൽ. ബന്ധുവത്സലാമന്ദം തൊട്ടരുളേണമെന്നാൽ നിന്തിരു മലരടിയോടു ചേർന്നിടാമല്ലോ. ഇന്ദിരാപതി അതു കേട്ടുടൻ തലോടിനാൻ മന്ദമന്ദം പൂർണ്ണാത്മാനന്ദം വന്നിടുവാൻ.
അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായവും മന്നിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യ പരവശാലർണോജനേത്രൻ മിത്രമാം പക്ഷീന്ദ്രന്റെ ഉത്തമാംഗത്തെ എടുത്തുത്സംഗനി സീനി ചേർത്തിട്ടുത്തരക്കാര്യാർത്ഥമായ സോദരനോട് ചൊന്നാൻ. കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ല രുചിത തീർത്തു കൂട്ടണം അഗ്നി സംസ്കാരത്തിനു വൈകിടാതെ. ലക്ഷ്മണൻ അതു കേട്ടു ചിതയും തീർത്തിടയിനാൻ തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു. പിന്നെ സ്നാനവും കഴിച്ചുദകക്രിയാദിയും ചെയ്തു. കാനനേ തത്ര മൃഗം വധിച്ചു മാംസകണ്ഠം. പുല്ലിന്മേൽ വെച്ചു ജലാദികളും നൽകിയിടിനാൻ നല്ലൊരു ഗതി അവൻ ഉണ്ടാവാൻ പിതൃർത്ഥമായി. പക്ഷികൾ ഇവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രൻ ഇത് കണ്ടു തട്ടനായി ഭവിച്ചാലും. കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധു വൈരി സാരൂപ്യം ഭവിക്കെന്നു സാദരമരുൾ ചെയ്തു. അന്നേരം വിമാനമാര്യുക ഭാസ്വരം ഭാനു സന്നിധം ദിവ്യരൂപം പൂണ്ടരൂജടായവും. ശംഖാദിഗത പത്മകൂട പീതാംബരാദി ആദിത്യരൂപം പൂണ്ട വിഷ്ണു പാർഷദന്മാരാൽ. ശങ്കാരി ഗത പത്മ മകുട പീതാംബര. ശങ്കാരിഗത പത്മ മകുട പീതാംബരാൽ അങ്കിത രൂപം പൂണ്ട വിഷ്ണു പാർഷദന്മാരാൽ. പൂജിതനായി സ്തുതിക്കപ്പെട്ട മുനികളാൽ തേജസാ സകല ദിഗ്വ്യാപ്തനായി കാണായി വന്നു. സന്നദ്ധ ഗാത്രത്തോടും മുരരേക്കു കൂപ്പി തൊഴുതുന്നതു ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ. ജഡായുസ്തുതി. അകന്യ ഗുണമാദ്യം അവ്യമം പ്രമേയ അഖില ജഗൽ സൃഷ്ടി സ്ഥിതി സംഹാരമൂലം. പരമം പരമാനന്ദം പരാത്മാനം വരദമകം പ്രണതോസ്മി സന്തതം രാമം. മകന കടാചവീഴ്ച പിതാമരശൂജം രഹിതാവതി സുഖമന്ദിരാമനോഹരം. രാമണം ജടാമകുടോജ്വലം ചാപശര കോമളകരാംബുജം പ്രണതോസ്മ്യകം രാമം. ഭുവനകമനീയ രൂപമേടിതം ചതരവി വിഭാസുരമഭിഷ്ടപ്രദം ശരണാനദം. സുരപാദമൂലച്ഛിത നിലയനം സുരസഞ്ജയ സേവ്യം പ്രണതോസ്മ്യഹം രാമം. ഭവകാനനദവദഹനാനമധേയം ഭവപങ്കജ ഭവമുഖദൈവതം ദേവം. ധനുജപതി കോടി സഹസ്ര വിനാശനം മനുജാകാരം ഹരിം പ്രണതോസ്മ്യഹം രാമം. ഭവഭവാനാതുരം ഭഗവത്സ്വരൂപന്നം ഭവവീരഹിതം മുനിസേവിതം പരം. ഭവസാഗര തരണാക്രബോധകം നിത്യം ഭവനാശാനായാനിശം പ്രണതോസ്മ്യഹം രാമം. ഗിരിസുധാഹൃദയാംബുജവാസം ഗിരിനായകതനം ഗിരിപച്ചാരി സേവ്യം. സുരസഞ്ജയധനുജേന്ദ്ര സേവിത ഭാഗം സുരപം മണി നിഭം പ്രണതോസ്മ്യഹം രാമം. പരധാരാർത്ഥ പരിവർജിത പരിതമനീശ്വരം പരപൂരുഷ ഗുണഭൂതി സന്തുഷ്ടാത്മാനം. പരലോകൈക ഹിത നിരതാത്മനാം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം. സ്മിത സുന്ദര വികസിത വക്രാംബോരുഹം ഗിരിഗോചരം വസിതാംബുദകളേബരം. സിതപങ്കജരോ ചാരു നയനം രഘുവരം ശിതിനന്ദീനീവരം പ്രണതോസ്മ്യഹം രാമം. ജലപാത്രക സ്ഥിതര വിപണ്ടലം പോലെ സകല ചരാചര ജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മാനദ്വയമവ്യയമേകും പരമം പരാപരം വര പ്രണതോസ്മ്യഹം രാമം. വിധിമാധവ ശംഭുരൂപഭേദേന ഗുണത്രിതയ വിരാജിതം കേവലം വിരാജന്തം. ത്രിദശമുനിജനസ്തുതം അവ്യക്തമജം ഹിതിജാമനോഹരം പ്രണതോസ്മ്യഹം രാമം. മന്മദശ്ചതകോടി സുന്ദരകളേബരം ജന്മീനം ചിന്മയം ജഗന്മയം. നിർമ്മലം ധർമ്മ കർമാധാരപ്യനാധാരം നിർമ്മമാരാത്മരാമം പ്രണതോസ്മ്യഹം രാമം. ഇസ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായ പതീന്ദ്രൻ തന്നോട് അരുളി ചെയ്തു മധുരമായി. അസ്തുതേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണു പരം ഈ സ്തോത്രമയുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ. ഭക്തീന്ദ്രൻ നിന്നെപ്പോലെ ഭക്തനായുള്ളവൻ വന്നിടും മത്സാരൂപ്യം. പക്ഷീന്ദ്ര നിന്നെപ്പോലെ മത്പരായണനായാൽ. ഇങ്ങനെ രാമവാക്യം കേട്ടൊരു വശിഷ്ഠേഷ്ടൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി. ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചത് നിർമ്മല രാമനാമം ചൊല്ലുന്നജനം പദം. കബന്ധഗതി. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശ സീതയെ കാണായകയാൽ സന്നധൈര്യേണ വനമാർഗേ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്ന് തൽക്ഷണമേവം രാമചന്ദ്രൻ അരുൾ ചെയ്താൻ. അശസീവദനവും യോജനാബാഹുക്കളും
ചക്ഷുരാദികളും ഇല്ലെന്തൊരു സത്വമിതം. ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം, ഭക്ഷിക്കും ഇപ്പോൾ ഇവൻ നമ്മയെ എറിഞ്ഞാലും. പക്ഷിയും മൃഗവും അല്ലത്രയും ചിത്രം ചിത്രം വക്ഷസി വക്രം കാലം തലയുമില്ലതാനും. രക്ഷസു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ. തൽപത മധ്യസ്ഥരായതു കുമാരനാം കൽപ്പിതം ദാതാവിനാൽ എന്തിനാലതൂവരും. രാഘവന്നേവം പറഞ്ഞിടോരനന്തരം ആകുലം അകന്നൊരു ലക്ഷ്മണൻ നുര ചെയ്താൻ. പോരും വ്യാകുലഭാവം എന്തിനെ വിചാരിപ്പാൻ, ഓരോരോ കരം ഛേദിക്കണം നാം ഇരുവരും. തൽക്ഷണം ഛേദിച്ചിതു ദക്ഷിണഭുജം രാമൻ, ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാൻ അതു നേരം. രക്ഷോ വീരനും അതിവിസ്മയം പൂണ്ടു രാമലക്ഷ്മണരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ. മദ്ഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിങ്കലാരും ഉണ്ടായില്ലീതൻ കീഴിൽ. അത്ഭുതകാരന്മാരാം നിങ്ങളാരിരുവരും സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേ ഞാനും. ഘോരകാനനം പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടൊരു പുരുഷോത്തമൻ ഉത്തരം അരുൾ ചെയ്തു. കേട്ടാലും ദശരഥ നാമ അയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനനകം രാമനല്ലോ രാം നാമം. സോദരനിവൻ മമ ലക്ഷ്മണൻ എന്നു നാമം, സീതയെന്നുണ്ട് മമ ഭാര്യയായൊരു നാരി. പോയിതു ഞങ്ങൾ നായാട്ടിന്നതു നേരം നിധിമായാവി നിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൻ. കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണ വേഷത്തോടും. പാണികൾ കൊണ്ട് തവ വേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ചെയ്തിച്ചീടിനെ കരങ്ങളും. ആരടോ കൃതരൂപം ധരിച്ച രൂപവാൻ നേരോടെ പറകനെന്ന് രാഘവൻ ചോദിച്ചപ്പോൾ. സന്തുഷ്ടാത്മാ പറഞ്ഞിടനാൻ കബന്ധനും നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ. ധന്യനായി വന്നനേകം നിന്തിരുവടി തന്നെ മുന്നിലാമാറു കാളാൽ വന്നൊരു നിമിത്തമായി. ദിവ്യനായിരുപ്പൊരു ഗന്ധർവൻ അഹം രൂപ യൗവന ദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം. സുന്ദരീ ജനമനോധൈര്യവും ധരിച്ചത് സുന്ദരരായൊരു ഞാൻ കിടിച്ചു നടക്കുമ്പോൾ. അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചിതു രുഷ്ടനാത്മഹാം മുനി ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനായുള്ളൊരു നീ രാക്ഷസനായി പോകുന്നവൻ ദുഷ്ടനായിൽ പന്നെ ശാപാനുഗ്രഹം നൽകിടാൻ. സാക്ഷാൽ ശ്രീനാരായണൻ തന്തിരുവടി തന്നെ മോക്ഷതൻ ദശരഥപുത്രനായി ത്രേതായുഗ വന്നവതരിച്ചു നിൻ ബാഹുക്കളർക്കുമ്പോൾ വന്നിടുമല്ലോ ശാപമോശവും നിനക്കടോ. താപസശാപം കൊണ്ട് രാക്ഷസനായൊരു ഞാൻ താപേന നടന്നിടും കാലം അങ്ങോരു ദിനം. ശതമന്യുവിനെ പാഞ്ഞടുത്തു തേനടി നിരിശ ശതകോടിയാൽ തലയർത്തു ശതമകൻ. വജ്രമേറ്റിട്ടും മമ വന്നീല മരണം അബ്ജ സംഭവന് മമ തന്നൊരു വരത്തിനാൽ. വദ്യനല്ലായികം മൂലം വർത്തിക്കു മഹേന്ദ്രനും ഉത്തമാംഗത്തെ മമ കൊച്ചിയിലാക്കിയിടിനാൻ. വക്രപ്രാതങ്ങൾ മമ കക്ഷിയിലായ ശേഷം ഹസ്തയുഗ്മവുമൊരു യോജനയായ തങ്ങളാൽ. വർത്തിച്ചിടുന്നെത്ര വൃത്തിക്കു ചക്രാജ്ഞയ സത്വസഞ്ചയം മമ ഹസ്തമധ്യസ്ഥമായ. വക്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ച നേത്ര ഇത്ര നാളും ഉത്തമോത്തമ രഘുനായക ദയാനിതേ. അഗ്നിയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യമാർഗമൊക്കെ ചൊല്ലിടുവൻ. മേദിനി കുയിച്ചതിലിദ്ധനങ്ങളും ഇട്ടു വീതിഹോത്രനെ ജ്വലിപ്പിച്ചിതു സൗമിത്രയും. തത്രവ കവന്ത ദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൽ നിന്നും ഒത്തിനായി കാണാൻ. ദിവ്യ വിഗ്രഹത്തോടും മന്മഥസമാനനായ സർവഭൂഷണ പരിഭൂഷിതനായ നേരം. രാമദേവനെ പ്രദർശനം ചെയ്തു ഭക്ത്യാ ഭൂമിയിൽ സാഷ്ടാംഗമായി വിനുട നമസ്കാരം. 300 ചെയ്തു കൂപ്പിയൊയുത്തു നിന്നു പിന്നെ മാന്യനാം ഗന്ധർവനും ആനന്ദ വിവശനായി. കോൾമയർ കൊണ്ടു ഗത്യതാക്ഷരവാണികളാം കോമള പദങ്ങളാ സ്തുതിച്ചുടങ്ങിനാൻ. കബന്ധസ്തുതി. നിന്തിരുവടിയുടെ തത്വമേതോർക്കുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ലാകിലും. തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിടും സന്തതം മന്ദത്വം കൊണ്ടെന്തൊരു മഹാമോഹം. അന്തവുമാദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കേണം. അന്ധകാരങ്ങളാകന്നന്തം ബന്ധവും മറ്റു മോചപ്രാപ്തി അരുളേണം. അവ്യക്തമതി സൂക്ഷ്മമായൊരു ഭദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയ വിലക്ഷണം. ദുർഗുരുവമേഘമന്യന്തകലദശം ജഡം ദുർഗ്രാഹ്യമതാത്മകമാകയാൽ അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസവ്യതിരിക്തം മങ്ങിടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം. ബുദ്ധ്യാത്മാവാസങ്ങൾക്കുള്ളൈക്യമായതു ധീമൻ ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മന്ന നിന്നതും.
നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷയാഖ്യേ ലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം ഹൈരണ്യമതു വിരാട് പുരുഷനതി സ്ഥൂലം ഭാവനാ വിഷയമായതു യോഗീന്ദ്രനാം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഏതോ നാമകത്തത്വാത് ഭാരതസൂലദേഹേ ബ്രഹ്മാണ്ടകോശ വിരാൾ പുരുഷേ കാണാകുന്നു സന്മയമെന്ന പോലെ ലോകങ്ങൾ 14 സന്മയം തുങ്കനാം വിരാട് പൂമാനികയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ 14 ലോകവും നൂനം പാതാളം പാദമൂലം പാഷ്ണികൾ മഹാതലം നാദാതേ ഗുൽഫം രസാതലവും തലാതലം ചാരുജാനുക്കളല്ലോ സുതലം രഘുപതേ ഊരുകാണ്ഡങ്ങൾ തവ വിതലമതലവും ജഗനവും മഹീതലം നാഭിതേ നഭസ്ഥലം രഘുനാഥോസ്തരസ്ഥലമായതു സുരലോകം കണ്ടദേശം തേ മഹർലോകമെന്നറിയണം തുണ്ടമായതു ജനലോകമെന്നതോ ദൂനം ശങ്കദേശം തേ തപോലോകം മിങ്ങതിൽ മീലെ വങ്കജയോ നിവാസനാകിയ സത്യലോകം ഉത്തമാംഗം തേ പുരുഷോത്തമ ജഗൽ പ്രഭു സത്തമാത്ര ജഗ മേഘജാലങ്ങൾ കേശങ്ങളും ചക്രാദി ലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും അശ്വിനകൾ നാസികളും ഭക്തം റായതു യഗ്നി നേത്രമാദിത്യൻ തന്നെ ചിത്രം എത്രയും മനസ്സായതു ചന്ദ്രനല്ലോ ഭ്രഭംഗമല്ലോ കാലം ബുദ്ധി വാക്പതിയല്ലോ കോപ കാരണം അഹങ്കാരമായതു രുദ്രൻ വാക്കെല്ലാം ഛന്ദസ്സുകൾ ദംഷ്ടകൾ യമനല്ലോ നക്ഷത്രപംക്തി എല്ലാം ദ്വിജപംക്തികളല്ലോ ഭാസമായതു മോഹകാരിണിമായ മഹാമായ വാസനാ സൃഷ്ടിസ്തവാംബാംഗ മോക്ഷണമല്ലോ ധർമ്മം നിൻ പുരോഭാഗം അധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷ നിമിഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻ കക്ഷിദേശങ്ങളല്ലോ ദേശങ്ങളല്ലോ കുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവ നാടികളാകുന്നു പൃഥ്വീധരങ്ങൾ പോലെ അസ്ഥികളാകുന്നതും വൃക്ഷാദൌഷധങ്ങൾ തേ രോമങ്ങളാകുന്നതും ദ്രക്ഷണാദേവൻ തൻ ഹൃദയമാകുന്നതും സൃഷ്ടിയായതും തവ രേതസ്സെന്നറിയണം ഉഷ്ടമാമഹീപതേ കേവല ജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാൾ പുരുഷരൂപം തപകാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാ മുക്തി നിന്തിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതം പിതൃഗ്രൂപ്പം ചിന്തിച്ചു വണങ്ങുന്നേൻ ഇക്കാലം ഇതിൽ കാളും മുഖ്യമായിരുപ്പോ നീ കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം താപസവേഷ ധരാവല്ലഭം ശാന്താകാരം താപേശുകരം ജടാവൽക്കല വിഭൂഷണം കാനനെ വിജിന്വന്തം ജാനകീം സലക്ഷ്മണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം മാനസേ വസിപ്പതിനാലയം ഇന്ദിക്കുന്നേൻ ഭാനുവംശോത്ഭൂതനാം ഭഗവാൻ നമോ നമഃ സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ സർവനസ്യ വ്യയൻ പരമേശ്വരിയോടും കൂടി തിരുവടിയെയും ദാനിച്ചു കൊണ്ടു കാശാം സന്തതം ഇരുന്നരിയുടെ മുക്തമായി തത്രൈവ മുമുക്ഷകളായുള്ള ജനങ്ങൾക്ക് തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമേതി കൊണ്ടിനുപദേശവും ഉപദേശവും നൽകി സോമനാംനാഥൻ വസിച്ചിരുന്നു തഥാകാലം പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞു വൈപോലെ മൂടന്മാർ ഭവതത്വം എങ്ങനെ അറിയുന്നു മൂടിപ്പോകയാൽ മഹാമായ മോഹാന്തകരെ രാമഭദ്രമായ പരമാത്മനെ നമോ നമഃ രാമചന്ദ്രായ ജഗത് സാക്ഷിനെ നമോ നമഃ പാഹിമാം ജഗന്നാഥ പരമാനന്ദ രൂപ പാഹി സൗമിത്രി സേവി പാഹിമാം ദയാനിധേ നിൻ മഹാമായ ദേവിയെ തന്നെ മോഹിപ്പിച്ചിടാം കാമ്പുജ വിലോചന സന്തതം നമസ്കാരം യുക്തമർത്തിച്ചു ഭക്തിയാസ്വദിച്ച ഗന്ധർവനോട് ഉത്തമരുചനാം ദേവൻ മരുളി ചെയ്തു സന്തുഷ്ടനായാൽ തവസ്തുതാ നിശ്ചല ഭക്തിയ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീ മൽപ്രസാദത്തിലോലടോ അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പാൻ അനസ്ത്രോത്രം ഭക്തിയാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും ഭക്തനാം നിരക്കഥ പതനമിനി വരാം ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ട് ഗന്ധർവ ശ്രേഷ്ഠൻ മംഗളം വരുവാനായി തൊഴുതു ചൊല്ലിയിടിനാൻ മുന്നിലമ്മാറു കാണാം മതങ്കാശ്രമം തത്ര സംപ്രാതിവസിക്കുന്ന ശബരി തപസ്വിനി ഭക്തി കൊണ്ടേറ്റം പവിത്രയായി എപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തയായി അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവളിനി സുധ തന്നെ രമിക്കും നിങ്ങൾക്കെന്നാൽ ഓം നമോ ഭഗവതേ വാസുദേവായ